ദോശ നല്ല ദോശ, കരമുറുത്ത ദോശ, അരച്ച മാവും പുളിച്ച മാവും കലക്കി ചുട്ട ദോശ. അമ്മക്കൊരു ദോശ, അപ്പക്കൊരു ദോശ, എനിക്കുമുണ്ട് ദോശ, ഹൈ ദോശ നല്ല ദോശ. എന്റെ പാട്ട് പോലെ തന്നെ അതെവിടെ നല്ല ദോശയുടെ മണം വരുന്നത്? ഇനി ഇന്ന് പിങ്കിമോളുടെ വീട്ടിൽ ദോശയാണോ? കമലമ്മ സോപ്പിട്ട് 2 ദോശ കഴിച്ചാലോ? നാശം, ദോശയുടെ മണം കേൾക്കുമ്പോഴത്തേക്കും ഈ വയറ്റിൽ ഒരു കുളുകുളൂന്നുള്ള ശബ്ദമാണ്. അപ്പോഴത്തേക്കും എവിടുന്നായില്ലാത്തൊരു വിശപ്പും. അടങ്ങി നിൽക്കടാ വയറേ, അടുക്കളയിൽ ചെന്ന് നോക്കട്ടെ, എന്നിട്ട് വല്ലതും കിട്ടുമെന്ന് നോക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ, ഉമ്മച്ചി പറഞ്ഞിട്ടില്ലേ ഇവിടെ നിന്നും ഒന്നും കഴിക്കരുതെന്ന്. ഇനി ഇവരെങ്ങാനും ഞാൻ ഇവിടെ നിന്നും ദോശ കഴിച്ചാൽ അത് ഉമ്മച്ചിയോട് പറഞ്ഞെടുക്കോ? എന്താണെങ്കിലും അടുക്കളയിൽ ചെന്ന് നോക്കാം. അവിടെ ചെന്നാൽ എന്തായാലും കമലമ്മ ദോശ ചുടുമ്പോൾ എടാ ഉസ്മാനെ കഴിച്ചോ കഴിച്ചോ എന്ന് പറഞ്ഞ് നിർബന്ധിക്കും. അപ്പ 2 ദോശ കഴിക്കാം. അങ്ങനെയാണെങ്കിൽ അവരെന്തായാലും ഉമ്മച്ചിയോട് പറഞ്ഞെടുക്കില്ലല്ലോ. ഇങ്ങനെയുണ്ട് ബുദ്ധി. ദോശ നല്ല ദോശ, കലക്കി ചുട്ടേ ദോശ, അരച്ച മാവും പുളിച്ച മാവും കലക്കി ചുട്ടേ ദോശ, ഹൈ ദോശ നല്ല ദോശ. അപ്പൊ എന്റെ ഊഹം ശരി തന്നെ, ഇന്ന് ഇവിടെ ദോശയാണ്. കമലമ്മ, പിങ്കി മോളില്ലേ ഇവിടെ? അല്ല, ആരിത്? ഉസ്മാനോ? അല്ല, നിനക്ക് ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ? എത്ര ദിവസമായിട്ട് നിന്നെ കണ്ടിട്ട്? ഇങ്ങോട്ടൊന്നും ഇപ്പൊ വരാറേ ഇല്ലല്ലോ. അതെ, നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്, അതാണ് ഇങ്ങോട്ടൊന്നും വരാത്തത്. അത് നന്നായി. എക്സാം ഒക്കെ അല്ലേ വരുന്നത്. നല്ലവണ്ണം പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഇവിടെ ഉണ്ട് ഒരാള്, പുസ്തകം എന്ന കൈകൊണ്ട് പോലും തൊടില്ല. ഇനിയിപ്പോ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് പേപ്പർ കിട്ടിയാൽ അറിയാം എത്ര മുട്ട വിരിയിക്കാനുണ്ടെന്ന്. തമാശയൊന്നല്ല, ഞാൻ കാര്യാ പറയണത്. ഞാനും നിന്റെ ഉമ്മച്ചിയും സുമയൊക്കെ കൂടിയിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം എങ്ങാൻ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാലേ 3 പേരെയും കൊണ്ടുപോയി ബോർഡിങ്ങിൽ ചേർക്കാൻ. അതെ അതെ, ബോർഡിങ്ങിൽ തന്നെ. അവൾ അകത്തുണ്ടല്ലോ, നീ കണ്ടില്ലേ? ഇല്ല, നമ്മൾ അവളെ കണ്ടില്ല, ദോശയെ കണ്ടുള്ളൂ. എന്ത്? അയ്യോ, പണി പാളിയോ? ഒന്നുമില്ല, നമ്മളെ ഇന്ന് ദോശ ചുടുന്നത് മാത്രമേ കണ്ടുള്ളൂ എന്നാ പറഞ്ഞത്. അങ്ങനെ. നീ ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നത്? നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചു. എന്താ കഴിച്ചത്? ഉപ്പുമാവ്. ഓഹോ, ഉപ്മാവാണോ കഴിച്ചത്? എടാ, ഇവിടെ നല്ല ദോശയും ചട്ടിനിയുണ്ട്, അത് കഴിക്കുന്നോ നീ? വേഗം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ദോശ കണ്ടു വന്നതാണെന്ന് വിചാരിക്കും. വേണ്ട വേണ്ട എന്ന് പറയാം, അപ്പൊ എന്തായാലും എന്നെ നിർബന്ധിക്കും. എടാ ഉസ്മാനെ, നീ എന്താണ് ആലോചിക്കുന്നത്? അത് പിന്നെ ഒന്നുമില്ല കമലമ്മ. നിന്നോടാ ഞാൻ ചോദിച്ചത്, നീ ദോശ കഴിക്കുന്നോ എന്ന്. വേണ്ട, എന്റെ വയറ് ഫുള്ളാണ്. ഞാൻ കുറേ ഉപ്മാവ് കഴിച്ചു, എനിക്ക് ദോശ വേണ്ട. എടാ, നല്ല ചട്ടണിയും സാമ്പാറുണ്ട്, അതും കൂട്ടി കഴിച്ചോ. പിങ്കി മോളെ വിളിച്ചോ, 2 പേരും ഒരുമിച്ച് കഴിച്ചു. എന്നിട്ട് വേണ്ടാന്നേ, എനിക്ക് വേണ്ടാന്നേ. വേണമെങ്കിൽ ഞാൻ പറയില്ലേ, എനിക്കിപ്പോ വേണ്ട, അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്. എടി പിങ്കി മോളെ, നീ ഇങ്ങോട്ട് വാ, ഒന്ന് വേഗം വാന്നേ. എന്താ മമ്മി, എന്നെ വിളിച്ചോ? ആരിത്? ഉസുവോ? നീ എന്താ ഇവിടെ? ഉസുവല്ല, പുസു പുസു. ഡീ പൊട്ടക്കണ്ണി, നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞിട്ടില്ലേ എന്നെ ഉസു 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 എന്ന് വിളിക്കരുതെന്ന്? എനിക്ക് മര്യാദയ്ക്കൊരു പേരുണ്ട്, ഉസുമാൻ. ഒരു വലിയ മാൻ വന്നിരിക്കുന്നു, ഒന്ന് മിണ്ടാതെ പോടാ. നീ എപ്പോഴാ വന്നത്? നമ്മളിപ്പോ വന്നേ ഉള്ളൂ. മമ്മി എന്തിനാ എന്നെ വിളിച്ചത്? അതോ, നീ ഭക്ഷണം കഴിച്ചില്ലല്ലോ, നിങ്ങൾ 2 പേരും കൂടെ ഇവിടെ ഇരുന്ന് ദോശ കഴിച്ചോ, അതിനാ ഞാൻ നിന്നെ വിളിച്ചത്. ദോശയോ? എനിക്ക് വേണ്ട. വേണം, നിനക്ക് ദോശ വേണം. എടാ, എനിക്ക് ദോശ വേണമെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അത് പിന്നെ കമലമ്മ പറഞ്ഞു നീ ഭക്ഷണം കഴിച്ചിട്ടില്ലാന്ന്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നിനക്ക് ദോശ വേണമെന്ന്. എടാ കൊതിയാ, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ നിനക്ക് ദോശ വേണമല്ലേ? അതുകൊണ്ടല്ലേ നീ എന്നെ നിർബന്ധിക്കുന്നത്? ഒന്ന് പോടി അവിടുന്ന്, നമുക്കൊന്നും ദോശ വേണ്ട, നമ്മളെ വയറ് നിറച്ചു ഉപ്മാവും കഴിച്ചിട്ടാ വന്നത്. അപ്പൊ നിനക്ക് ദോശ വേണ്ടല്ലോ? വേണ്ടല്ലോ, വേഗം പറഞ്ഞോ, നിനക്ക് വേണോ വേണ്ടേന്ന്? അത് പിന്നെ നമുക്ക് വേണ്ട. ഉറപ്പാണല്ലോ, ഞാനിപ്പം നല്ല
ചൂട് ദോശയും ചട്നിയും സാമ്പാറും കൂട്ടി കഴിക്കും. അപ്പൊ നിനക്ക് വേണ്ടല്ലോ? വേണ്ട വേണ്ട വേണ്ട, നമുക്ക് ദോശ വേണ്ട. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. മമ്മി, നല്ല ചൂട് ദോശയല്ലേ? ആ പ്ലേറ്റിൽ ഇത്തിരി ദോശയും സാമ്പാറും ചട്നി എനിക്ക് മാത്രം തന്നെ. ഷോ, പണി പാളിയോ? ഇനി നമുക്ക് ദോശ കിട്ടില്ലേ? മമ്മി മമ്മി എന്താ വായി പൊളിച്ച് നിൽക്കണത്? ദോശ താ. ദാ ദോശ, നിനക്ക് ഞാൻ പ്ലേറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഹാ, എങ്കിൽ ഇങ്ങോട്ട് താ. നല്ല മണമുണ്ട്. ഹോ, നല്ല ചൂട് ദോശയാണ്. സാമ്പാറും കൂട്ടി കഴിക്കാൻ നല്ല രുചിയുണ്ടാകും. ഓ ഓ, ചൂട് ദോശയാണോ? സാമ്പാറും കൂട്ടി കഴിക്കാൻ നല്ല രുചിയുണ്ടാവോ? എങ്കിലൊരു കാര്യം ചെയ്യ് കമലമ്മ, എനിക്കും കൂടെ ഒരു പ്ലേറ്റ് ഇട്ടാ. നിങ്ങൾ ഇത്രയും നിർബന്ധിച്ചതല്ലേ, കുറച്ച് കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമമാവില്ലേ? ഹേയ് വേണ്ടടാ, നിനക്ക് വേണ്ടെങ്കിൽ കഴിക്കണ്ട, ഇത് ഞാൻ കഴിച്ചോളാം. അല്ല, ഞാൻ എവിടുന്ന് ഭക്ഷണം കഴിക്കാതെ പോയാൽ കമലമ്മക്ക് വിഷമമാവും. എടാ കൊതിയ, നിന്നെ എനിക്കറിയില്ലേ. നീ ഇവിടെ നിന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചോ, നിനക്ക് വേണ്ട ദോശ തിന്നോ. അവന്റെ ഒരു ജാടയിടല്. നിന്നെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ, ചെറുതിലേ കാണുന്നതല്ലേ. ഒരു ദോശ കൊതിയം വന്നിരിക്കുന്നു. അപ്പൊ ഞമ്മക്കും ദോശ ഉണ്ടല്ലേ? പിന്നല്ലാതെ, രണ്ടുപേരും അപ്പുറത്ത് പോയിരുന്നോ, ഞാൻ ഇനിയും ദോശ ചുട്ടു കൊണ്ടുതരാം. വാടി പിങ്കി മോളെ, നമുക്ക് അപ്പുറത്ത് പോയിട്ട് കഴിക്കാം. എന്നാൽ നടക്കട ദോശ കൊതിയ. ദോശ നല്ല ദോശ, കലക്കിച്ചിട്ടേ ദോശ, അരച്ച മാവ് പുളിച്ച മാവും കലക്കിച്ചിട്ടേ ദോശ.